ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. നമ്മളെല്ലാം അമ്മച്ചിയാണ് പോകുന്നത് കേട്ടോ. അമ്മച്ചി നാട്ടിൽ പോവുകയാണ്. അമ്മച്ചി ചെറിയൊരു ഷോർട്ട് വെക്കേഷന് വേണ്ടി പോവാം. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും അധികം കൊച്ചും മാത്രമേ ഉള്ളൂ ഇനി വീട്ടിൽ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ആദ്യമൊന്നും പുറത്തൊന്നും കാണിച്ചില്ല. പക്ഷേ ഞങ്ങൾ സെറൂനെ അറിയത്തില്ല അമ്മച്ചി എവിടെയാണ് പോകുന്നതെന്ന്. പിന്നെ ഞങ്ങൾ അമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. മാമച്ചിയുണ്ട്, അമ്മച്ചിയുടെ ബ്രദറും അമ്മച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. മാമായും 10 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് താഴെ വന്നു. അപ്പം മാമയുടെ കമ്പനിയിൽ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമച്ചിയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ അവിടെ നിന്ന് കയറി. മാമിയുണ്ട്, അമ്മച്ചിയുണ്ട്, അതിയുണ്ട്, ഞാനുണ്ട്, സേറും ഉണ്ട്. അമ്മച്ചിക്ക് നല്ല സങ്കടമുണ്ട്. മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിലാണ് പോകുന്നത് കേട്ടോ. ഇവർ ഷാർജ ടു ട്രിവാൻഡ്രം എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തത്. എയർ ഇന്ത്യ എടുത്തപ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ലായിരുന്നു, അൽഹംദുലില്ലാ അങ്ങെത്തി. പക്ഷേ എന്നാലും എയർപോർട്ട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം. എനിക്കും അതിക്കൊക്കെ ഭയങ്കര സങ്കടം. മച്ചി പിന്നെ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. മച്ചി വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഭയങ്കര, അതും സേറുവിൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അതുകൊണ്ട് സേറുവിൻ്റെ അടുത്ത് നിന്ന് മാറാൻ അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് വരും ഇൻഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സേറാപ്പ് അമ്മച്ചി പോയി കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അവൾ മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവളിങ്ങനെ ജസ്റ്റ് ചാരി ഇരുന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മച്ചി മാമച്ചിയൊക്കെ അകത്ത് കയറിപ്പോയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അമ്മച്ചി നാട്ടിലെത്തി. അൽഹംദുലില്ലാ കുഴപ്പമില്ല. പാപ്പച്ചിക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു എത്തിയത്. ബൈ.